പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ 100-ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ മുന്നോടിയായി സമസ്ത അഭിമാനപൂർവ്വം പ്രഖ്യാപിച്ച നമ്മളെല്ലാം ആവേശത്തിൻ്റെ തേരിലേറ്റിയ ഒരു പദ്ധതിയാണ് തഹിയ എന്ന ആ ഫണ്ട് സമാഹരണം. സമസ്ത തയ്യാറാക്കുന്ന 15 പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ഒരു വലിയ ഒരു ഫണ്ട് സമസ്ത ലക്ഷ്യം വെച്ചപ്പോൾ സമസ്ത എന്താണോ ചോദിച്ചത്, ആഗ്രഹിച്ചത്, അതിനു മേലെ നമ്മളെല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി സമർപ്പിച്ച തഹിയക്ക് ഇവിടെ സമാപനം കുറിക്കാൻ അല്പസമയം കൂടി ബാക്കി നിൽക്കുമ്പോൾ ഈ തഹിയ ഫണ്ടിന് പിറകിൽ ഒത്തിരി പേരുടെ അധ്വാനമുണ്ട്, നിരന്തരമായ പ്രവർത്തനമുണ്ട്. ഇതോടനുബന്ധിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് കേരളത്തിലോ ഏതെങ്കിലും ജില്ലകളിലോ പ്രദേശങ്ങളിലോ ഒതുങ്ങി നിന്നില്ല. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലൂടെ സഞ്ചരിച്ച് അതിന് ഒരു മെയ്യായി, ഒരു മനസ്സായി, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കുറച്ചധികം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ എടുത്തു പറയേണ്ട 2 മഹാവ്യക്തിത്വങ്ങൾ അഭിമാനപൂർവ്വം നമുക്ക് പറയാം. അതിൻ്റെ ജനറൽ കൺവീനർ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ മൊയ്തു നിസാമി കണ്ണൂർ അവറുകളും. ഇവർ 2 പേരും ഇപ്പോൾ നമുക്കറിയാം, ഇത് നമുക്കൊരുപാട് നമ്മൾ ഈ സ്ക്രീനിൽ വരുന്ന ഫണ്ടുകളാണ് കാണുന്നത്. പക്ഷേ ഈ ഫണ്ട് എങ്ങനെ വരുന്നു എന്നത് അറിയാൻ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ആകാംക്ഷയുണ്ട്. ഞാൻ ആദ്യം പാണക്കാട് സയ്യിദ് സാബിഖ് 2 പേരെയും സ്വാഗതം ചെയ്യുന്നു. സാബിഖ് അലി ശിഹാബ് തങ്ങളിലേക്ക് പോകുന്നു. തങ്ങളെ ആദ്യമായിട്ടൊരു നല്ല അഭിനന്ദനം ഈ കാണുന്ന പ്രേക്ഷകർക്കും ആളുകൾക്കൊക്കെ വേണ്ടി. കാരണം സമസ്തക്ക് നൽകാൻ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തതിന് ആദ്യം. അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ ഇതൊരു നിസ്സീമമായ പ്രവർത്തനമാണ്. രാവും പകലും കണ്ണു മിഴിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു അത്ഭുതം സാധ്യമാക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഈ ഒരു ന്യൂസ് റൂമിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിന് ഇന്ന് വൈകിട്ട് ഇവിടെ സാക്ഷിയാകാൻ പോവുകയാണ്. സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ, അതുപോലെ തന്നെ സാദാത്യങ്ങൾ, അവരുടെയൊക്കെ ദുആക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കപ്പെടുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളിവിടെ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ളത്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഫിനാൻസ് കമ്മിറ്റിയുടെ ഒരു ലെറ്റർ സമസ്ത മുഷാവറയിലേക്ക് ഏൽപ്പിക്കുകയും ആ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന പദ്ധതികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മുഷാവറയുടെ ആ തീരുമാനം കിട്ടുകയും 23 കോടി രൂപ ആപ്പിലൂടെ സമാഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഷാവറയ്ക്ക് നമ്മൾ ആദ്യമായി ഇത് ലെറ്റർ കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ആദ്യത്തെ മുഷാവറ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എത്ര നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് 23 കോടിയാണ്. ആപ്പിലൂടെ നമ്മൾ 23 കോടി രൂപ സമാഹരിക്കാം എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് മുന്നിട്ടിറങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, ആ 23 കോടിക്ക് നിങ്ങൾക്കുള്ളൊരു ആത്മവിശ്വാസം എന്താ? കാരണം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, 0 ആണ്. അതിനുശേഷം 23 കോടി ഒരു ഉറപ്പ് കൊടുക്കണമെങ്കിൽ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുമല്ലോ, അതെവിടുന്നാണ്? സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഈ പദ്ധതികൾ വലിയ വിശാലമായ പദ്ധതികളാണ്. തീർച്ചയായിട്ടും സമസ്ത മുന്നിൽ വെച്ച ഓരോ പദ്ധതികളും കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ്. തീർച്ചയായിട്ടും സമസ്ത ഒരാവശ്യം പറഞ്ഞാൽ കേരളീയ സമൂഹം തട്ടിക്കളയില്ല എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മളത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ ഒരു ഡബിൾ ഇന്ന് സമാഹരിച്ച് നമ്മൾ 23 കോടിയിൽ നിന്ന് 46 കോടിയിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു സന്തോഷകരമായ നിമിഷം ഇവിടെ ഓർത്തു പോവാണ്. ഈ ഒരു സമയത്ത് എന്താണ് നമ്മുടെ ഈ ഒരു കൺവീനർ എന്ന നിലയിൽ ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഏറെ സന്തോഷമുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിലേക്ക് സംഭാവന നൽകിയിട്ടത്. ഏകദേശം 2,70,000 പേരായിട്ടാണ് ഇതിൽ ട്രാൻസ്ലേഷൻ കണ്ടതായി നോക്കുന്നത് ഈ സമയം വരെയുള്ളത്. അതിൽ 1 രൂപ മുതൽ 1 കോടി രൂപ വരെ തന്ന വ്യക്തികളുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവരുടെ ദീൻ പഠിപ്പിച്ച, പരിശുദ്ധമാക്കപ്പെട്ട, ദീനനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന് വേണ്ടി ഒരു തഹിയ എന്ന ഒരു സംവിധാനത്തിലൂടെ ചോദിച്ചപ്പോൾ എല്ലാം സമർപ്പിച്ചവരാണ്. സ്വർണം തന്നവരുണ്ട്. തൻ്റെ വാച്ച് ഒമാനിൽ പോയപ്പോൾ വാച്ച് തഹിയിലേക്ക് സംഭാവന നൽകി
അവിടുന്ന് തന്നെ ഒരാൾ ഏറ്റെടുത്തതുണ്ട്. അതുപോലെ തന്നെ ഒരു ബൈക്ക് ഒരു ഉസ്താദ് തഹയിലേക്ക് സമർപ്പിച്ചത് 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് എല്ലാവരോടും നന്ദി മാത്രമാണ്. ഈ സമയത്ത് നിങ്ങൾ ഏറ്റെടുത്ത് ഈ മഹത്തായ സംവിധാനത്തിന് കൂടെ നിന്നതിൽ ഏറെ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് ആദ്യം നിസാമി ഉസ്താദിലേക്ക് കൂടി വന്നതിന് ശേഷം നമുക്ക് ഇവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതൊക്കെ അറിയാം. ഞാൻ പലപ്പോഴും ഇതിൻ്റെ തങ്ങളുടെ കൂടെ നിസാമി ഉസ്താദിനെയും അനുബന്ധമായിട്ടുള്ള ആളുകളെയും ഇതിൻ്റെ ബാക്കിലുള്ള സൈബർ വിങ്ങിലും ഒക്കെ ആളുകളെയൊക്കെ കാണുമ്പം നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം ഒരു ഫണ്ട് കളക്ഷൻ നടത്തുമ്പം നമ്മുടെ മനസ്സും മുഖവും ശരീരവും ഒക്കെ ഒരു പിരിമുറുക്കത്തിൻ്റെ ഒരു മുഹൂർത്തത്തിലായിരിക്കും നമ്മൾ കാണുക. പക്ഷേ ഇവർക്ക് അതൊരു പ്രശ്നമല്ല. അത് കൂളായി ചിരിച്ച് കളിച്ച് അവർ കാണുമ്പോഴൊക്കെ തമാശകൾ പങ്കുവെച്ച് ഇങ്ങനെ ഒരു പ്രശ്നമേ നടക്കുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നിസാമി ഉസ്താദിനെ ഞാൻ കണ്ട സമയത്തും അങ്ങനെ തന്നെയാണ്. ഉസ്താദ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു യാത്രയുടെ ഒരു അനുഭവം? എങ്ങനെയാണ് ഈ ഒരു ആത്മവിശ്വാസത്തിന് ഒരു ധൈര്യം കൊടുക്കാനും മുന്നിൽ നിൽക്കാനും ഒക്കെ അതിൻ്റെ ഒരു വികാരം എന്താണ്? തഹിയ ഫണ്ട് അതിൻ്റെ ലോഞ്ച് ഉദ്ഘാടനം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സാബിക്കൽ തങ്ങൾ ഷുഹൈബ് തങ്ങളും ഇപ്പോൾ നമ്മളെ കൂടെ ഷുഹൈബ് തങ്ങളും ഇരിക്കേണ്ടതാണ്. ബംബ്രാൻ ഉസ്താദ് ചെയർമാനാണ്. ബംബ്രാൻ ഉസ്താദ് എടുത്ത് പറയേണ്ട വ്യക്തിത്വമാണ്. അവർ രണ്ടാളിപ്പം കുറച്ച് ലേറ്റായിട്ട് കഴിഞ്ഞിട്ടെത്തും. അവരും കൂടി ഇവിടെ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതായിരുന്നു. ഷുഹൈബ് തങ്ങളാണ് എന്നെ നിർബന്ധിക്കുന്നത്, നിങ്ങൾ എന്തായിട്ടും കൂടെ നിൽക്കണം, കാരണം കോണ്ടാക്റ്റ് ഉപയോഗപ്പെടുത്തണം എന്ന രീതിയിൽ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ സാബിക്കൽ തങ്ങളോട് ഞാൻ ചോദിച്ചു, നമ്മുടെ തഹി എന്താകും? ആശങ്കയുണ്ടെങ്കിലും പ്രതീക്ഷയുണ്ട്, സമസ്തൻ്റെതാണല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സയ്യിദുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. കാരണം സയ്യിദുൽ ഉലമയോട് ആശങ്ക തങ്ങൾ പങ്കുവച്ചപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കിട്ടും എന്ന് കൂളായിട്ട് തങ്ങൾ പറഞ്ഞു. അതിന് ഉത്തരം നമുക്ക് കിട്ടി. തങ്ങൾ കൊടുത്ത കൂളാണ് ഈ ഒരു കൂൾ. ഞാൻ ഒന്നും ചിന്തിക്കണ്ട. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമക്ക് അങ്ങനെ കൂളായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നിലധികം തവണയല്ലേ പറഞ്ഞിരുന്നത്. അപ്പം ഉറപ്പാണ്, മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, ഇത് നമ്മൾ പിടുത്തം വിടും, ഉദ്ദേശിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് ഉയരും. അതന്നെ അതിൻ്റെ എക്സ്പീരിയൻസ്. നമ്മൾ ചെറിയ തുക പ്രതീക്ഷിച്ച് പോയടുത്തുനിന്ന് വലിയ സ്വീകാര്യത നമുക്ക് ലഭിച്ചത്. ഒരു മഹലിൽ നമ്മളവിടെ ഒന്നും പ്രതീക്ഷിച്ചില്ല, തങ്ങൾക്ക് ഉച്ചഭക്ഷണം അവിടെ റെഡിയാക്കും. നമ്മൾ യാത്രയുടെ ഷെഡ്യൂൾ കാസർഗോഡ് ഞാനായിരുന്നു അത് തയ്യാറാക്കിയത്. അപ്പം ഉച്ചഭക്ഷണം മാണിക്കോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്യാം, ഇന്നയാളെ വീട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളും അദ്ദേഹം നമ്മൾ ബന്ധം ഞാൻ അറിയില്ല, തങ്ങളാണ് വരുന്നത്, അഭിക്കരി തങ്ങളാണ് വരുന്നത് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ആവേശമായി. ഭക്ഷണമൊക്കെ ഒരുക്കി അവിടെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു തുക അദ്ദേഹം തയ്യക്ക് ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് അനുഭവമായിരുന്നു. പിന്നെ നമ്മൾ ബാംഗ്ലൂർ യാത്ര ഒരു 5 കോടി നിൽക്കുമ്പോഴാണ്, ഒരു മൂകതയിലാണ് ആ യാത്ര. അത് ബാംഗ്ലൂരിൽ നിന്ന് 3 കോടിയുടെ ഇത് വന്നപ്പോഴേക്ക് നമ്മൾ ഉണർന്നു, ലോകം ഉണർന്നു. ഒരുപാട് ആൾ അതിൻ്റെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ ഫോട്ടോസുകളും വാർത്തകളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ആൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, തങ്ങളെയും വിളിച്ചതെന്ന് തോന്നുന്നു. ഒരുപാട് അവിടെയുള്ള ഓരോരുത്തരും ആക്റ്റീവായിട്ട് ഇറങ്ങിയപ്പോൾ അവർക്ക് തന്നെ അവിടെ നമ്മോട് ആദ്യം ഒരു മീറ്റിങ്ങിന് മുമ്പ് ഇരുന്നവർക്ക് പോലും പ്രതീക്ഷിക്കാവുന്നതിലപ്പുറത്തേക്ക് മീറ്റിങ്ങിൽ കാശുകൾ ഇങ്ങനെ ഒഴുകിയപ്പോൾ അവർക്ക് തന്നെ പിടുത്തം വിട്ടു, ഇത് 3 കോടിയല്ല, നമുക്ക് അതിനേക്കാളും അപ്പുറം. ഇപ്പോൾ അവർ പറയുന്നുണ്ട്, തയ്യൊന്നിൻ്റെ ഡേറ്റ് അവസാനിക്കട്ടെ, നിങ്ങളിങ്ങോട്ട് വരണം, നമുക്ക് എത്രയും ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ. അത് അങ്ങനൊരു വല്ലാതെ പിന്നെ നമുക്കൊരു പ്രതീക്ഷ വെച്ചാൽ 1 സമസ്ത, 2 സയ്യിദുൽ ഉലമയുടെ ആ വാക്ക്, 3 അതോടുകൂടി നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, അതനുസരിച്ച് നമുക്ക് ഏകദേശം ഉറപ്പാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക്. നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ പറഞ്ഞു 40 മുഷാവറ മെമ്പർമാരാണുള്ളത്, 40 കോടിയെങ്കിലും കിട്ടണം. അങ്ങനെ ഒരു രസകരമായ ഒരു വാക്ക്. 44 കോടി ആയാലും കിട്ടാൻ പറ്റില്ല. അപ്പൊ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഉണ്ടായി. ടീമിൽ ആളുകളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഓർത്തെടുക്കാം. താങ്കൾ തന്നെ നമ്മളെ ടീമിൽ ഇപ്പോൾ ഈ തഹിയ എന്നുള്ള ഒരു സംവിധാനത്തിൽ നമ്മളെ പിന്നെ മൊയ്തുൽ ഇസ്ലാമി, അതുപോലെ തന്നെ ഷുഹൈബ് തങ്ങൾ, നമ്മുടെ ചെയർമാൻ ബംബ്രാൻ ഉസ്താദ്, പിന്നെ മോയിൻകുട്ടി മാഷ് നമുക്ക് എപ്പോഴും ഒരു കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ OP അഷ്റഫ് ഉണ്ട്, അതുപോലെ തന്നെ ഫഖറുദ്ദീൻ തങ്ങൾ, പിന്നെ അയ്യൂബ് മുട്ടിൽ, അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇതിനെ സഹായിക്കാൻ കൂടെ ഉണ്ട്. പിന്നെ നമ്മളൊരു കുറച്ച് ആളുകൾ പിന്നെ ഈ പ്രിയപ്പെട്ട ഈ
ആപ്പ് ക്രിയേറ്റ് ചെയ്ത ടീമുകൾ അവർ വെച്ചാൽ ഒരു ടീം വർക്കാണ്. എപ്പോഴും തമാശ പറഞ്ഞ് ഇതിൻ്റെ ഒരു ടെൻഷനോ വിഷമോ ഇല്ലാത്ത രീതിയിൽ പരസ്പരം എല്ലാവരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തമാശ രൂപയുള്ള പിന്നെ ആ സ്നേഹവും ആ സൗഹൃദവും പിന്നെ നമ്മൾ യാത്രയിലൊക്കെ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നൊരു ഫീലെന്നറിയാതെ പിന്നെ അത് പിന്നെ ആ ഒരു വലിയതൊരു ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു ഈസി ആയ രീതിയിൽ ഇത് സ്വരൂപിക്കാൻ സാധിച്ചു. യാത്ര എന്ന് പറയുമ്പോൾ എത്ര രാജ്യങ്ങളിൽ ഇപ്പം ഇതിനു വേണ്ടി നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാകും? നമ്മളിപ്പോൾ മലേഷ്യയിൽ പോയി, അതുപോലെ തന്നെ UAE ഒരു എല്ലാ എമിറേറ്റ്സിലും ഞങ്ങൾ പോയി, അതുപോലെ തന്നെ ഒമാനിൽ പോയി. പിന്നെ ഗ്ലോബൽ ടീം എല്ലായിടത്തും വന്നിരുന്നുണ്ട്, അവിടെ പോകേണ്ടി വന്നിട്ടില്ല. അവരോടൊക്കെ സംസാരിച്ച് അവരൊക്കെ ആ ദൗത്യം ഏറ്റെടുത്തവരാണ്. അങ്ങനെയുള്ള ഒരു വലിയ പിന്നെ തമിഴ്നാട്ടിൽ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ തങ്ങൾക്ക് സാധാരണഗതിയിൽ സയ്യിദന്മാരൊക്കെ ഒരുപാട് മറ്റ് തിരക്കുകൾ, വ്യക്തിപരമായ തിരക്കുകൾ, നിങ്ങളെ ആശ്രയിച്ച് വരുന്ന കുറേ ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനു വേണ്ടി ഇറങ്ങുമ്പം നമ്മൾ ആ സമയമൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഈ ക്യാമ്പിൻ കാലങ്ങളിൽ വളരെ ചുരുക്കം പരിപാടികളെ ഏറ്റെടുത്തിട്ടുള്ളൂ. കാരണം ഇത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അതെന്തായാലും പൂർത്തിയാക്കണം എന്നുള്ള ആ ഒരു അസമിലാണ് ഇറങ്ങിയതാണ്. അതുകൊണ്ട് കുറേ പരിപാടികൾ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പരിപാടികൾ വിളിക്കുമ്പോൾ ഇതിൻ്റെ തിരക്കുകൾ പറഞ്ഞ് മാറി നിന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ അഭിമാനത്തോടു കൂടി ആ മാസങ്ങൾ മാറ്റി വച്ചത് ഏറെ സന്തോഷിക്കാൻ, വരുന്ന ഒരു തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ യാത്ര തുടങ്ങുമ്പം ഒരു നേരത്തെ സംസ്ഥാന പറഞ്ഞ പോലെ ഒരു 5 കോടിയിലെത്തി, അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് ചാടി കിട്ടാൻ ബാംഗ്ലൂർ എത്തി 3 കോടി കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ, ഒരു കൺവീനർ എന്നുള്ള നിലക്ക്. അങ്ങനെ ചിലപ്പോൾ പക്ഷേ പ്രഷർ ഉണ്ടാവും, ഇനി ഇത്ര തികഞ്ഞിട്ടില്ലെങ്കിലുള്ളൊരു, മാത്രമല്ല ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ള ചില വിമർശനങ്ങളും മറ്റുമൊക്കെ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ മുമ്പിൽ കാണുമ്പം ഇതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നതെങ്കിലും പ്ലാനൊക്കെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായി. ഇനി ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ പ്ലാൻ A, പ്ലാൻ B, ഇങ്ങനെ നടക്കുന്നില്ലെങ്കിൽ ഇന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം നല്ല ആളുകൾ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം ഇല്ലായിരുന്നു. ഒന്നാമത് പ്ലാൻ ബിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരുവിധ ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വിമർശകരെ കുറിച്ചുണ്ടെങ്കിൽ പോലും ഇതിനപ്പുറത്തേക്ക് 100% ഇതിനെ സ്നേഹിക്കുന്നവരും സഹായിക്കാനും രംഗത്തിറങ്ങിയിരിക്കണം എന്നുള്ളത് എല്ലാ പ്രമുഖരും, അതുപോലെ തന്നെ പിന്നെ നാട്ടിലെ പ്രിയപ്പെട്ട ഉമറാക്കളും പിന്നെ പണ്ഡിതന്മാരും എല്ലാവരും ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലായി. പറയുമ്പോൾ നമ്മൾ വിമർശകരെയും ഒന്ന് അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതുണ്ടല്ലോ. പലതരത്തിലുള്ള ടാപ്പും വെള്ളവും ഒഴുക്കും പൈപ്പും ഒക്കെ ആയിട്ടുള്ള വിമർശനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിമർശകരോട് എന്താണ് പറയാനുള്ളത്? വിമർശകരോടൊന്നും പറയാനില്ല. കാരണം ഒരു വലിയതായ പിന്നെ സംഗമത്തിന് ഭാഗമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്കത് നഷ്ടമാണ്, അതിൽ ഭാഗമായില്ല എന്നുള്ളതും എതിരെ നിന്നു എന്നുള്ളതും. പ്രശ്നമില്ല, അവരവരുടെ ചോയ്സാണല്ലോ ചെയ്യണോ വേണ്ട എന്നുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് പിന്നെ ഇനിയും പ്രവർത്തനങ്ങൾ വരുമ്പോൾ എല്ലാവരും സഹകരിക്കണം എന്നതേ ഉള്ളൂ. ഞാൻ ഇന്നലെ വലിയുദ്ദീൻ ഫൈസി ഉസ്താദിനെ കണ്ട് ഒരു അഭിമുഖം എടുത്തപ്പോൾ അദ്ദേഹം ഒരു ഉമ്മ കൊടുത്തൊരു കത്ത് വായിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭർത്താവില്ല, മകൻ 17 വർഷം മുമ്പ് മരിച്ചു, എൻ്റെ ഉപ്പയും ഉമ്മയും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു, എനിക്കുള്ള ഒരു ചിറ്റ് ഞാൻ ഉസ്താദിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണത്തിന് അങ്ങനെ ഒരുപാട് ആളുകൾ തന്നിട്ടുണ്ട്. ഈ സ്വർണത്തിൻ്റെ ഒരു ഒഴുക്ക് അത് എങ്ങനെയായിരുന്നു? ആളുകളൊക്കെ അതിലേക്ക് വന്നതൊക്കെ എൻ്റെ തുടക്കി ആപ്പ് ഡിസൈൻ ചെയ്യുന്ന മുമ്പ് നമ്മളൊരു ആപ്പിൻ്റെ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ഇത് ക്യാമ്പയിൻ കൊണ്ടുപോകുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഏകദേശം സ്വർണത്തിന് ഒരു 97-98 ലെവലിലേക്കായിരുന്നു. പിന്നെ അത് സ്ത്രീകൾ സമസ്തയുടെ ഭാഗമാകുന്ന ഈ ഫണ്ടിൻ്റെ ഭാഗമാകാനുള്ളത് സ്വർണത്തിലൂടെ ആക്കാം എന്നുള്ളത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ കാര്യം പാടെ അത് ഇത്രയും എമൗണ്ട് വരും എന്നാലോചിച്ചപ്പോൾ അതിന് കഴിയില്ല എന്നുള്ളത് ഒരു ചെറിയ വന്നു. പിന്നെ ബഹുമാനപ്പെട്ട മൊയ്തീൻ ഇസ്ലാമി അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരിൽ ഒരു അലിക്കത്ത് എന്ന സാധനം പിന്നെ അലിക്കത്ത് അതെൻ്റെ ഉമ്മ മരിച്ചിട്ട് ഷവ്വാലിലാണ് മരണപ്പെട്ട്.
നമ്മളിങ്ങനെ തങ്ങൾ ഇടക്കിടക്ക് ചോദിക്കും ഇനി എന്താ പദ്ധതി. അത് വെറുതെ ഇരിക്കുമ്പോൾ തങ്ങൾ രാത്രിയൊക്കെ 12 മണിക്കായിരിക്കും തങ്ങൾ കോള് വരിക. അപ്പോൾ ഒന്നുമില്ല, അത് ഞാൻ ചിന്തിക്കില്ല. അപ്പോൾ ഇനെന്താ അടുത്തത്, അപ്പം 2 ആൾ നമ്പർ ഇട്ട് തരും, ഇത് നിങ്ങൾ വിളിക്കണം, ഇത് ഷോയ്ബ് താങ്കൾ വിളിക്കണം. അങ്ങനെ ഇപ്പോൾ നിരന്തരം ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ വല്ലാത്തൊരു എനർജിയാണ് തങ്ങൾ. അപ്പോൾ ഈയിടെ നമ്മൾ ഇനി എന്ത്, ഇനി ഒരാഴ്ച 10 ദിവസമേ ഉള്ളൂ അല്ലേ, 10 ദിവസമേ ഉള്ളൂ നമുക്ക്, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കൂടിയാലോചന ചെയ്തപ്പോൾ പൊതുവായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇതേപോലത്തെ പോവാതെ ഒരു സ്റ്റെപ്പും കൂടി മാറ്റിപ്പിടിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കൊരു സ്വർണം എന്നൊരു ചിന്തയിലേക്ക് ഇട്ടാലോ എന്ന് ആലോചിക്കുകയും, അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഉമ്മ മരിച്ചതിൻ്റെ പൊന്നുകളൊന്നും തൊട്ടിട്ടില്ല, അവിടെ തന്നെ വെക്കുകയാണ്. അത് ഉമ്മക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ജാരിയായ സ്വതക്കയിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അലിക്കത്ത് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലൊരു എന്തായി കാതിലിടുന്ന ചിത്തല്ല, ഇങ്ങനെ തട്ടായിട്ടിടുന്ന ഒരു സാധനമാണത്. അപ്പോൾ അത് ഏതായാലും ഉമ്മാൻ്റെ പേരിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാതെ, അപ്പം നമ്മുടെ ടീമൊക്കെ അത് സന്തോഷപൂർവ്വം ആദ്യമായിട്ട് ഉസ്താദാണ് സ്വർണം തുടങ്ങിയ. അങ്ങനെ തുടങ്ങിയപ്പോഴത് അൽഹംദുലില്ലാഹ് അത് സ്ത്രീകൾക്കും കൂടി ഇതൊരു പ്രചോദനമായി. നമ്മുടെ നാടുകളിൽ തന്നെ പല സ്ത്രീകളും തന്നു എല്ലാ വിവിധ ഇപ്പോഴും ഇന്നും ഒരുപാട് സ്വർണ്ണം. ഇന്നലെ മാത്രം നമുക്കൊരു 12ഓളം സ്വർണ്ണാഭരണങ്ങൾ തൂക്കം ആയിട്ടുണ്ടാവില്ല അല്ലേ. അത് അവര് തന്നെ വിറ്റിട്ട് അവര് ആപ്പിൽ കയറ്റുകയാണ്. കാരണം ഈ സ്വർണം തരുന്നപ്പോഴത്തേക്ക് അവർ മദ്രസയിലെ കെയർ ഓഫിലായിരിക്കും. അപ്പോൾ മദ്രസ 1-ാം സ്ഥാനം എത്തണം എന്ന് വിചാരിച്ചിട്ട് ആ സ്വർണം വിറ്റിട്ട് വേഗം മദ്രസയിൽ കയറ്റിയിട്ട് സമസ്തയുടെ വിഭാവനം ചെയ്ത ഫണ്ടിൽ ഒന്നാമനാവുക എന്നതാണ് എല്ലാ മദ്രസ മത്സരിക്കും. വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു പിരിവെന്ന് പറയുമ്പോൾ അതിന് മുൻപിൽ നിൽക്കുന്ന ആളുകൾ അവർ തന്നെ ഇപ്പോൾ ഉസ്താദിൻ്റെ സ്വർണം സ്വന്തം ഉമ്മയുടെ സ്വർണം തന്ന് അദ്ദേഹം തന്നെ അതിൻ്റെ മുൻപിൽ നിന്ന് മാതൃകയാക്കി, അല്ലാതെ ജനങ്ങളോട് തരൂ എന്ന് പറയുന്ന അവസ്ഥയല്ല. സമർപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. അവിടെയാണ് ഇതിൻ്റെ തഹിയയുടെ ആത്മാർത്ഥതയെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടത്. താങ്കൾ പറയാം. അപ്പോൾ ഈ മദ്രസയിൽ 1-ാം സ്ഥാനം ലഭിക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മത്സരിക്കുന്ന കാഴ്ചകളാണ് പലപ്പോഴും കാണുള്ളത്. ഒരു പേയ്മെൻറ്റ് കഴിയാൻ വൈകിയാലോ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ആപ്പിലെ ടീമിനൊക്കെ ഫെയർ ചെയ്യും ആൾക്കാർ. കാരണം അത് പെട്ടെന്ന് മദ്രസ 1-ാം സ്ഥാനം എത്തണം എന്നുള്ള നാട്ടിലെ ഒരു ഇസ്സത്താണല്ലോ. പിന്നെ സമസ്തയുടെ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ആ മദ്രസ 1-ാം സ്ഥാനം എത്തുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവില്ല ഒരു നാട്ടിലെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ കർണാടകയിലേക്ക് ഭയങ്കര മത്സരം നടന്നുകൊണ്ടിരിക്കുക. തോടാറ് അതുപോലെ തന്നെ പിന്നെ അതുവരെ ഒരുപാട് മദ്രസകൾ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ കർണാടക പറഞ്ഞപ്പോഴാണ് ഒരു കുട്ടി ഉസ്താദ് എന്നെ വിളിച്ചു ഒരു വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കുട്ടിയുടെ കുടുക്കയിൽ അവന് ഉംറ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു പൈസയാണ്. അപ്പം മുസമ്മിൽ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ അവന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വാർത്തയൊക്കെ കൊടുത്തു. താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. 2,900 രൂപയോളം അതിനകത്തുണ്ട്. അപ്പോൾ ഉസ്താദ് അവനോട് പറഞ്ഞു പോലും പകുതി നീ കൊടുത്താൽ മതി, പകുതി നീ വെച്ചോ, കാരണം നീ ഉംറ ആഗ്രഹിച്ചതാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞൊരു വാക്ക്, എനിക്ക് സമസ്തക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പഠിച്ചുവാൻ തരും, അതുകൊണ്ട് എനിക്കത് ഫുള്ള് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ഉസ്താദ് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, ശ്രദ്ധയിൽ വേണമെന്നുള്ളത് ആ കുട്ടിയെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അപ്പോൾ അതുപോലെ കുറേ ഒരു സംഭവങ്ങൾ. പിന്നെ ഇപ്പം നമ്മൾ 99 ഇപ്പം ഇന്നലെ വിക്കായയുടെ ഇന്നലെയും ഇന്നുമൊക്കെ വിക്കായയുടെ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തോന്നുന്നു അല്ലേ. അവരുടെ ടൗൺ ഡ്രൈവ് അവർ പല സ്ഥലങ്ങളിലും. അപ്പോൾ സംസ്ഥയുടെ പോഷക സംഘടനകളൊക്കെ എങ്ങനെയാണ് അതിന് ഏറ്റെടുക്കുന്നതും എങ്ങനെയാണ് അതിലേക്ക് എത്രത്തോളം അവരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്? SKSF ഇപ്പോൾ 4 കോടി കടന്ന് മുന്നോട്ട് പോവുകയാണ്. SKSF ആണ് മുൻപിൽ. അവർ നിരന്തരമായി സമസ്ത പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ ഇതിൻ്റെ പിന്നിൽ നിരന്തരമായി മുന്നോട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 ദിവസത്തെ ക്യാമ്പയിൻ അവർ പ്രഖ്യാപിച്ചു. അതിനുശേഷം എല്ലാ ശാഖകളും 10,000 രൂപ പൂർത്തീകരിക്കുന്ന ശാഖകൾക്ക് ഒരു സമ്മാനം അവർ ഓഫർ ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു SKSFൻ്റെ ഒരു ഒഴുക്കായിരുന്നു. ജമിയത്തുൽ മുഅല്ലിമീനായിരുന്നു തൊട്ട് മുന്നിലുണ്ടായിരുന്നത്. 2 കോടി റുപ്യ ആ ലെവലിൽ ഇങ്ങനെ പോയിരുന്നു. അതൊക്കെ മറികടന്ന് 4 കോടിയും കടന്ന് SKSF ഒന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധ സംഘടനകളൊക്കെ ഇതിൽ വളരെ സപ്പോർട്ടായിട്ട് അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ആപ്പിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ സംഘടനയുടെയും വിഹിതം അതിൽ കാണിക്കാൻ കഴിയുന്ന രീതി അതിലുണ്ട്. സാർ, ഈ 99 രൂപ എന്ന് പറഞ്ഞൊരു ആശയം പിന്നീട് ഇപ്പോൾ പ്രചാരണത്തിൽ അവസാന ലാപ്പിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ആശയം എങ്ങനെയാണ് വരുന്നത്? ആരാണത് അങ്ങനെ മുന്നോട്ട് വെക്കുന്നത്? അതായത് ഈ
തഹിയ്യക്ക് സംഭാവന നൽകിയവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ സംഗമം ഏതായാലും അവസാനം ഉണ്ടാവും. അതെന്തായാലും കബൂൾ ചെയ്യും. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ അതിന് ആമീൻ പറയും ലൈവായിട്ട്. ആ ദുആയിൽ എല്ലാവരും കയറണം എന്നൊരു ആശയം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ 99 റുപ്യ അസ്മാഉൽ ഹുസ്നയുടെ എണ്ണം അനുസരിച്ച് 99 റുപ്യ. അതിപ്പം നൽകാൻ പറ്റാത്ത 99 ആശയം തങ്ങളുടേതാണ്. തങ്ങൾ 24 മണിക്കൂറും ഇതന്നെയാണ് ചിന്ത. എന്താണ് പുതിയത്, എങ്ങനെയാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ യാത്രകളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഈഗോ ഇല്ല. നമ്മൾ സാധാരണ വിഷയങ്ങൾ ഒരു ഈഗോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു എവിടെ പോകാനും തങ്ങളോടെ പോകാനും ഒരു വിഷയമല്ല. ഒരു വല്ലാത്തൊരു ചേർത്ത് വെച്ചിട്ട് എല്ലാവരെയും കൂടി ചേർത്ത് വെച്ച് ടച്ച് ചെയ്തായിരിക്കും തങ്ങളുടെ സമയം. ഒരു കൺവീനർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കുന്ന ഒരു കൺവീനർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ല. അങ്ങനെയില്ല. നമ്മൾ തങ്ങള് പിന്നെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും തങ്ങളിലേക്കാണല്ലോ, തങ്ങളാണ് വേണ്ടത്. പക്ഷെ എന്നാലും നമ്മൾ ഒന്നിച്ചുള്ള യാത്രയിൽ നമ്മളെ കൂടെയുള്ളവർ പരിഗണിക്കും. സത്യത്തിൽ ചേർത്ത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കൂടെ പ്രവർത്തിക്കാനും സ്വാഭാവികമായിട്ടും ആവേശം ഉണ്ടാവുള്ളൂ. നമ്മൾ ഏതെങ്കിലും മൂഡ് ഓഫിലാണെങ്കിലും തങ്ങളത്ത് എത്തിയാൽ നമ്മൾ പോസിറ്റീവായി, എനർജി കിട്ടി. എന്താ തങ്ങൾ അതിൻ്റെ ഒരു രഹസ്യം എന്താ? ബാക്കിയുള്ളവരൊക്കെ എനർജി ആക്കുന്നത് ഒന്നുമില്ല, നമ്മളവരൊക്കെ വളരെ ഫ്രണ്ട്ലിയായിട്ട് കൂടെ കൂട്ടുക എന്നുള്ളതാണ്. വളരെ കാര്യങ്ങൾ തമാശകൾ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ അതിലൂടെ നടപ്പിലാക്കുന്ന ഒരു രീതി. അപ്പോൾ ഏറ്റെടുത്ത ദൗത്യം ഈ തഹിയ്യയുടെ വിജയമുള്ളൂ. അപ്പോൾ അതിന് നമ്മളൊരു ടീം എപ്പോഴും നിർബന്ധമായിട്ടും വേണം. എന്നാലും കുറേ ആൾക്കാരോട് ഇവരോടൊക്കെ നിർബന്ധിച്ച് കുറേ ഫോൺ വിളിപ്പിച്ചിട്ടുണ്ട്. രാത്രി ഞങ്ങളൊരു പിന്നെ അധിക സമയങ്ങളിലും വൈകുന്നേരം ഒരു 4 മണി മുതൽ. എപ്പോഴായിരുന്നു സാധാരണ ഇതിൽ ഉറങ്ങാറുള്ളത്? ഉറങ്ങാൻ അവിടെ എന്തായാലും ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ. തഹിയ വന്നതിന് ശേഷമാണോ? തഹിയ വന്നതിന് ശേഷം. അതിന് മുമ്പ് നേരത്തെ കിടക്കുക ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ. ഇപ്പം ഈ ലാസ്റ്റ് സമയം തഹിയ വന്നതിന് ശേഷം ഉറങ്ങുന്നതിൻ്റെ മുന്നേ ലാസ്റ്റ് സമയം ആപ്പ് നോക്കിയതിന് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. പള്ളിയിൽ ഇങ്ങനെ ടാബ് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഫോണിൽ കയ്യിൽ ഫോൺ ചെയ്യുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ ആ ഒരു ലാസ്റ്റ് സമയം നമ്മൾ നോക്കിയിട്ടാണോ കിടക്കുക? അതെ, രാവിലെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും തഹിയുടെ അപ്ഡേറ്റ് നോക്കും എന്തായി എന്നുള്ളൊരു. എന്നിട്ട് ഫസ്റ്റായിരുന്നു ഏറ്റവും ടെൻഷൻ പിടിച്ചത് ആദ്യത്തെ ഒരു 15 ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആപ്പിൽ പൈസ കയറില്ല, വളരെ സ്ലോവിലി ആയിട്ട് ഇങ്ങനെ കയറുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു പ്രയാസമായിരുന്നു, ടെൻഷൻ. പക്ഷെ പിന്നെ അൽഹംദുലില്ലാ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഈ ഒരു രാത്രിയൊക്കെ ഇവിടെ നമ്മൾ കോഴിക്കോട് നമ്മൾ ഇസ്ലാം സെൻറ്റർ സ്റ്റുഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്. അധിക ദിവസം ഉണ്ടാവും. രാത്രി ഞങ്ങൾ ടീമായിട്ട് തന്നെ ഇവരെല്ലാവരും ഉണ്ടാവും. എന്നിട്ട് ഓരോ ജില്ലയുടെയും സദർ മുഅല്ലിമീങ്ങൾ ലിസ്റ്റ് എടുക്കും. എന്നിട്ട് ഞങ്ങൾ ഒരിച്ച് വിളിക്കും, എല്ലാവരും വിളിക്കും. എല്ലാ മദ്രസകളിലും ഒരുവിധം നമ്മളെ കൂടെ എത്തിയിട്ടുണ്ടാവും. കാരണം സദർ റേഞ്ചുകളിൽ സദർ മുഅല്ലിമീങ്ങളെ ഒരുവിധമൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ല എടുത്ത് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല എടുത്ത്, കോഴിക്കോട് ജില്ലയിലെ ആ സദർ മുഅല്ലിമീങ്ങളെ അവരെ പിന്നെ ഇത് ആക്റ്റീവാക്കുക. പക്ഷെ അവരോടൊക്കെ വലിയ പിന്തുണ കേട്ടോ. ഉസ്താദുമാരുടെ പ്രിയപ്പെട്ട നമ്മുടെ സദർമാർ, ഇതിൻ്റെ കോർഡിനേറ്റർമാരുണ്ട് എല്ലാ ജില്ലയിലും. അവരൊക്കെ ഭയങ്കര വലിയ പിന്തുണയാണ് ഈ സംഗതി വിജയിച്ചത്. SKSBയുടെ പ്രസിഡൻ്റായ ഒരു തങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് SKSF അത്ര തന്നെ ഒരു സംഘടനാ ഭാരവാഹിത്വത്തിലൂടെ നമ്മൾ തങ്ങളെ കേട്ടിട്ടില്ല. നേരെ മറിച്ച് തങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോവുകയും സജീവമാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അനുഭവം സംഘടനാ രംഗത്ത് എങ്ങനെയാണ് മുതൽക്കൂട്ടാവുന്നത്? സംഘടനാ രംഗത്ത് പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെമ്മാട് നമ്മളെ ദറസിലാണ് പഠിച്ചിരുന്നത്. ഫരീദ് മുസ്ലിയാർ സംസ്ഥയുടെ കേന്ദ്ര മുഷാറങ്ങായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കീഴിലാണ് പഠിച്ചത്. അതിനുശേഷം പിന്നെ പട്ടിക്കാട് ജാമിയ നൂരിയിൽ പോയി. ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ്, AP ഉസ്താദ്, കുമരം ബഹുമാനപ്പെട്ട അരമംഗൽ ഉസ്താദ് അടക്കമുള്ള പ്രഗത്ഭരായ അലിക്കുട്ടി ഉസ്താദ്, പ്രഗത്ഭരായ ഉസ്താദുമാരാണ് നമ്മളെ ഇതിലൊക്കെ അൽഹംദുലില്ലാ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടത്. നൂറുൽമയുടെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ സംഘടന നേതൃത്വത്തിലേക്ക് വരികയും അൽഹംദുലില്ലാ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. സമസ്താദ് എങ്ങനെയാണ് ഈ ഒരു ടീമിലേക്ക് എങ്ങനെയാണ് സമസ്താദ് വരുന്നത്? ഞാൻ ഈ ഷുഹൈബ് തങ്ങൾ ഞാനും ചെറുപ്പത്തിലെ ഒന്നിച്ചിട്ട് പ്രവർത്തിച്ച ആളാണ്. സമസ്ത 70ാം വാർഷികത്തിന് ഉറക്കൊഴിഞ്ഞിട്ട് ബോർഡ് എഴുതാൻ വേണ്ടി പോയതും റോഡ് എഴുതാൻ വേണ്ടി പോയതും അന്നൊക്കെ ചുമരെഴുത്താണല്ലോ. അപ്പോൾ ഈ ഷുഹൈബ് തങ്ങളാണ് എന്നെ ആ രംഗത്തേക്ക് കൊണ്ടുവന്നത്.
94, 95, 96 ആ കാലഘട്ടത്തിലൊക്കെ. നാട്ടിൽ തന്നെയായിരുന്നു അല്ലെങ്കിൽ വിദേശം? വിദേശത്ത് ഇടയ്ക്ക് വെച്ചത് പോയിരുന്നു. 2005 ശേഷം വിദേശത്തായിരുന്നു, ഷാർജയിലായിരുന്നു. അവിടെ ഷാർജയിലെ വലിയ ഷേഖാണ്. ഷാർജയിലെല്ലാം ഭയങ്കര ഷാർജയിൽ ഞങ്ങൾ ഈ അടുത്ത് ദുബായിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പോയപ്പോഴേ നിസാമിനെ കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. മൂപ്പരെ കെയർ ഓഫിൽ നമ്മളവിടെ ഒരുപാട് ആളുകളെ കണ്ട് തഹയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തങ്ങളാണ് പ്രവർത്തനരംഗത്ത്. ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് SKSF രൂപീകരിക്കാൻ വേണ്ടിയിട്ട്, SKSF ഇല്ലാത്ത സ്ഥലങ്ങളിൽ പാതിരാ സമയത്തൊക്കെ പോയിട്ട് SKSF രൂപീകരിച്ച ഒരു പാരമ്പര്യം. ഇപ്പോൾ ഷുഹൈബ് തങ്ങൾ അന്ന് യുഎഇയിലുള്ള സമയത്തും ഒന്നിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷുഹൈബ് തങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്തോ അള്ളാഹുവിൻ്റെ ഒരു ഖള എന്ന് പറയാം. ഷുഹൈബ് തങ്ങൾ യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഇവിടെ ഉണ്ടായത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു പ്രവർത്തിക്കാൻ. തങ്ങളാണ് നിർബന്ധിക്കുന്നത്, എന്തായാലും കൂടെ തന്നെ വേണം. അപ്പം ആ ഒരു ഇത് ബന്ധം വെച്ച് തങ്ങളായിട്ട് ഉള്ള പിന്നെ നേരത്തെയുള്ള ബന്ധം ബഹുമാനപ്പെട്ട സമയത്ത് തങ്ങളായിട്ടുണ്ട്. അങ്ങനെയാണ് തഹീയുടെ ഭാഗമായിട്ട് മാറുന്നതും പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നതും. അൽഹംദുലില്ലാ ഇന്നലെ വരെ നമുക്ക് ഇന്നലെ വാരത്ത് ഹുസൈൻ ഉസ്താദിൻ്റെ ജ്യേഷ്ഠനുണ്ട് മുഹമ്മദ് ഖാൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവിടെയുള്ള ഉനൈസ് അസ്അദിയുടെ കെയർ അബ്ദുൽ ബാക്കി ഉസ്താദ് ഉണ്ടായിരുന്നു, അവിടെ അബ്ദുൽ ദാരിമി ഉസ്താദ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പോയിട്ട് ഒരാളെ സമീപിച്ചു. 5 ലക്ഷം റുപ്യ ഒരു ക്ലാസ് റൂമിൻ്റെ ക്യാഷ് ഇപ്പം തങ്ങൾ വിളിച്ചു കൺഫേം ചെയ്തു. അപ്പം അൽഹംദുലില്ലാ അപ്പം ഉസ്താദുമാരുടെ നല്ലൊരു പിന്തുണ ഉണ്ട്. അവസാന നിമിഷം വരെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഈ തഹീക്ക് കൊണ്ട് സാധിച്ചു. അതോടൊപ്പം ഈ നൂറെ അജ്മീറൊക്കെ ഭയങ്കരമായിട്ടൊരു ഓൺലൈൻ ടീം ഇപ്പോൾ 73 ലക്ഷം തോന്നുന്നില്ലേ അവസാനം? 73 ലക്ഷം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അത് ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുകൂടി ഉണ്ട്. കാരണം ഞാൻ SKSFൻ്റെ വേറെ എവിടെയും കണ്ടില്ല എന്ന് തോന്നുന്നു. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് തങ്ങൾ എന്നുള്ളത് ഞാൻ മറന്നിട്ടല്ല. ഏതായാലും അതൊന്നുകൂടി മാനേജ്മെന്റിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ട്, ജില്ലാ സെക്രട്ടറിയാണ് സംഘടനാ തലത്തിൽ. ഓക്കെ. അപ്പോൾ തങ്ങൾ സംഘടനാ രംഗത്ത് വളരെ സജീവം തന്നെയാണ്. ഞാൻ SKSFൻ്റെ സ്റ്റേറ്റ് തലത്തിലേക്കൊക്കെ ഇനി വരേണ്ട ഒരു ആള് എന്നുള്ള നിലക്കൊക്കെയാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനെ പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മാത്രമാണ്. ഏതായിരുന്നാലും ഈ ഒരു യാത്രക്കിടയിൽ ഏറ്റവും ടെൻഷൻ അടിച്ചൊരു ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ? ഏറ്റവും ടെൻഷൻ അടിച്ചത് ഞങ്ങളിപ്പോൾ പറഞ്ഞു ആ ഒരു സമയത്ത് പിന്നെ 15 ദിവസത്തെ അത് പറഞ്ഞു. അതല്ലാതെ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തഹി എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ എന്നാലും നമുക്ക് പേഴ്സണലോ ഇനി അങ്ങനെ എല്ലാ സംഘടനാപരമോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രയാസം സ്വാഭാവികമായിട്ട് സംഭവിക്കും. അങ്ങനെ ടെൻഷൻ അടിക്കുക, അത് നല്ല ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ 1-2 ഏതെങ്കിലും ഒരു സമയം ഒന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഉണ്ടാവും? നമ്മൾ ബാംഗ്ലൂർ യാത്ര സമയത്ത് തന്നെ അത് 5-ൽ നിൽക്കുന്നൊരു സമയം, ഒരു 5 കോടി നിൽക്കുന്ന ആ യാത്ര നമ്മൾ ബാംഗ്ലൂർ എത്തിയപ്പോൾ ഉണ്ടാകുന്ന അടുത്ത സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ചിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. പിന്നെ അവിടുത്തെ പ്രവർത്തകരായിട്ട് ഇരുന്നപ്പോഴാണ് ആ ഒരു മൊമെൻ്റ് ഏറ്റവും വലിയ ഒരു നമുക്കൊരു അസന്നിഗ്ധ ഘട്ടം എന്നപോലെ തോന്നിയൊരു സന്ദർഭമായിരുന്നു. അത് വിട്ടവൻ പിന്നെ അൽഹംദുലില്ലാ പിന്നെ എവിടെയും ടെൻഷൻ എന്ന സാധനം ഉണ്ടായിട്ടില്ല. ഇന്നേതായാലും ഈ ഒരു തഹിയ എല്ലാവരെയും സംഘടനാ തലത്തിൽ ഒരു താഴേക്കിടയിലുള്ള SBVയുടെ ഭാരവാഹിയോ അല്ലെങ്കിൽ SBVയിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയെ പോലും ആവേശഭരിതനാക്കിയിട്ട് പലപ്പോഴും പല മദ്രസകളിലും കുട്ടികൾ തക്ബീർ മുഴക്കി 40 കോടിയാകുമ്പോൾ 35 കോടിയാകുമ്പോൾ അപ്പോൾ ഇവരിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ സംഘടനയെ അടിമുടി ചലിപ്പിച്ച ഒരു ടീം ബംബ്രാണസ്ഥാൻ്റെ നേതൃത്വത്തിൽ, തങ്ങളുടെ നേതൃത്വത്തിൽ, നിസാമിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഒരു അടിമുടി ചലിപ്പിച്ച ടീം എന്ന നിലയിൽ ഇന്ന് നമുക്ക് അഭിമാനപൂർവ്വം നമുക്ക് ഈ ഒരു സമ്മേളനത്തിൻ്റെ വിജയമായാലും സമസ്തയുടെ ഈ 15 പദ്ധതികളുടെ വിജയമായി നാളെ അമ്പരചുംബികളായുള്ള പല പദ്ധതികളും സമസ്തയുടേതെന്ന പേരിൽ പല വാളയാറിലും അങ്ങനെ പല തമിഴ്നാട്ടിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഉയരുമ്പോൾ ഈ ഒരു ടീമിനെ മറന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണം നമുക്ക് സാധ്യമല്ല. എന്താണ് ഈ ഒരു അഭിമാനത്തിൻ്റെ ഒരു ഉത്തംഗതിയിൽ നിൽക്കുമ്പം എന്താണ് ഇതിൻ്റെ ഒരു കൺവീനർ എന്ന നിലയിൽ അവസാനമായിട്ട് പറയാനുള്ളത്? ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് മാത്രമുള്ളത്. കാരണം ഒരുപാട് നിങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ സഹായത്തോടു കൂടി പിന്നെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ദൗത്യം പൂർത്തിയായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ രഹസ്യമായും പരസ്യമായൊക്കെ വഴിയിൽ ഞങ്ങൾ ഈ ടീമിലെല്ലാവരും ഉൾപ്പെടുത്തണമെന്നുള്ള
ഒരു സന്ദേശം മാത്രമാണ് കൈമാറാനുള്ളത്. എനിക്ക് തോന്നുന്നു മുമ്പും ഏതോ ഒരു പദ്ധതിയുടെ ഫിനാൻസ് കൺവീനറോ മറ്റോ തങ്ങളായിട്ടുണ്ട്, അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. 85-ാം വാർഷികവും 90-ാം വാർഷികവും 90-ാം വാർഷികത്തിലായിട്ട് വലിയ ഒരു ടീമിന്, അതായത് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഉസ്താദുമാരോടൊപ്പം തങ്ങൾ ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് വലിയൊരു സംഭവം. അന്ന് എത്ര രൂപ സ്വരൂപിക്കാൻ പറ്റിയിട്ടുണ്ട്? അന്ന് നമ്മുടെ സമ്മേളനത്തിൻ്റെ ചിലവുകൾക്കുള്ള ആവശ്യമായ ബഹുമാനപ്പെട്ട വാപ്പുസ്താദിന് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുക. ആമീൻ. ബഹുമാനപ്പെട്ട വാപ്പുസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട മാണി ഉസ്താദ്, പിന്നെ കോഴിക്കോട് ജമലീൽ തങ്ങൾ, പിന്നെ കൊയ്യോട് ഉമറുസ്താദ് അടക്കമുള്ള നേതൃത്വത്തിൻ്റെ കൂടെയായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നു. വല്ലാത്തൊരു അഭിമാനമുള്ള സംഭവമായിരുന്നു. അവരെ വണ്ടിയിൽ അവർ കയറ്റി കൊണ്ടുപോകും, പിന്നെ വലിയ ആളുകളെ വീട്ടിൽ പോവും, സമ്മേളനത്തിൻ്റെ കാര്യം പറയും. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ പ്രമുഖരായ സാദാത്യങ്ങളും പണ്ഡിതന്മാരും ഒരു വീട്ടിലേക്കാണ് കയറി ചേരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അന്നൊക്കെ മാണി ഉസ്താദിൻ്റെ ആളുകൾ ഇങ്ങനെ മൂപ്പരെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്തായിരിക്കും കണ്ണൂർ ജില്ലയിലൊക്കെ പോകുമ്പോൾ. കാരണം ഉസ്താദിൻ്റെ ഒരു വെള്ളത്തിന് വേണ്ടിയിട്ട്, ഊതിയ വെള്ളത്തിനൊക്കെ വേണ്ടി ആയിരങ്ങളിങ്ങനെ തെങ്ങി നിൽക്കുന്ന സമയത്ത് ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനെ ആ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ, ഹൈദരലി തങ്ങളുടെ നേതൃത്വത്തിൽ, വാപ്പുസ്താദ് നേതൃത്വത്തിൽ കിട്ടുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി അവർക്കുണ്ടാവുക. അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. അൽഹംദുലില്ലാ അതിൻ്റെ ഒരു വലിയൊരു തൗഫീക്ക് ജീവിതത്തിലേക്ക് എപ്പോഴും. ഇനിയിപ്പോൾ ഇനി ഏത് ചലഞ്ചും ഏറ്റെടുക്കാൻ തങ്ങൾ റെഡിയാണ്. അതോടൊപ്പം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളത്, അത് ഏറ്റെടുക്കുന്നില്ല. ഇനി ഏറ്റെടുക്കാനില്ല, അങ്ങനെയല്ല. അത് ഏൽപ്പിക്കപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അല്ലേ ഉസ്താദേ? ഇനിയിപ്പോൾ ഒരു അനുഭവമായി, തങ്ങളുടെ കൂടെ കൂടി ഒരു കോടികൾ വിരിക്കുന്ന ഒരു അനുഭവമൊക്കെ ഇപ്പോൾ കിട്ടി. ഇനി നാട്ടിലും പ്രവർത്തന മേഖലകളിലൊക്കെ ആളുകൾ ഫിനാൻസ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തും എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും. അതിപ്പോൾ തങ്ങളിൽ ഏത് കമ്മിറ്റിയിൽ നിൽക്കാൻ ധൈര്യമാണ്. അതുകൊണ്ട് അത് ഒരു സംഗതി എല്ലായിടത്തും ഇപ്പോഴും പല സ്ഥലത്തും വായിക്കുമ്പോൾ ഫിനാൻസ് കമ്മിറ്റിയിലുള്ളത് പേര് ജില്ലയിലാണെങ്കിലും അല്ല, ഈ അഭിമുഖം പുറത്തു വരുന്നതോടെ സ്ഥിരമായിക്കോളും. ഫിനാൻസ് കമ്മിറ്റിയിലപ്പോൾ പേര് കാണുന്നത്. അപ്പോൾ ഏതായാലും അതൊരു അനുഭവമാണ്. ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ ഈ ഒത്തൊരുമ മാത്രമല്ല, നേരത്തെ തങ്ങൾ സ്മരിച്ച പോലെ ഞങ്ങളും സ്മരിക്കുകയാണ്. ഓരോ ജില്ലയിലും ഓരോ മഹല്ലിലും ഇപ്പം നേരത്തെ യൂനുസ് ഫൈസി പറഞ്ഞൊരു അനുഭവമുണ്ട്. ഒരു കുട്ടി ടേബിൾ വാങ്ങാൻ വെച്ച കാശ് സാഹിയൊക്കെ നൽകിയെന്നില്ല. അവരെ മദ്രസയിലെ യൂനുസ് ഫൈസിയുടെ മദ്രസയിലെ സൈക്കിൾ വാങ്ങാൻ വെച്ച ക്യാഷും കൊണ്ടുതന്നു. നമ്മളൊക്കെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു പുതുബാച്ചേരി റസാഖ് ഫൈസിൻ്റെ സീനിയറാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുത്തൊരു കുടുംബം ഒരു ഗോൾഡ് കൊടുന്നെടുത്തിട്ട് ഒരിക്കലും ആ കുടുംബത്തിനത് തരാൻ ഒരിക്കലും കഴിയില്ല. അത്രയും ദാരിദ്ര്യം പിടിച്ച കുടുംബമാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അത് കൊടുക്കണ്ട, നിങ്ങൾക്ക് ദുആ ചെയ്തോളും, പൈസ കൊടുത്തിട്ടില്ലെങ്കിലും ദുആ ചെയ്തോളും എന്ന് പറഞ്ഞപ്പോഴും ആ കുടുംബം പറഞ്ഞതില്ല, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ നിയത്ത് വെച്ചതാണ്, ഉസ്താദ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഇത് വിറ്റിട്ട് ഇതിൻ്റെ പകുതി രൂപങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളി, ബാക്കിയുള്ളത് സൈയിലേക്ക് കൊടുത്തോളി എന്ന് പറഞ്ഞപ്പോഴും ആ കുടുംബം പറഞ്ഞത് വേണ്ട, ഞങ്ങളതിലേക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്, അതുകൊണ്ട് എന്തായാലും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമാവും എന്നുള്ളത് പറഞ്ഞ ഒരു സാഹചര്യം. അതൊക്കെ ശരിക്കും മനസ്സലിയുന്ന, അത് എങ്ങനെയാണത് കളക്ട് ചെയ്യാന്ന് പോലും പറയാത്ത രീതിയിലുള്ളൊരു വിഷമമുള്ള സംഗതിയാണ്. അള്ളാഹു അവർക്കൊക്കെ എല്ലാ കാര്യത്തിലും അള്ളാഹു വിജയം നോക്കട്ടെ. പിന്നെ ഒരുപാട് ഉസ്താദന്മാരോട് പറയാനുള്ളത്, ഒരുപാട് ദുആക്ക് ഒരുപാട് നൂറുകണക്കിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വോയിസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ എന്നെ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഉസ്താദന്മാരോടൊക്കെ അപേക്ഷിക്കുകയാണ്. നാട്ടിലെ പലരും ദുആക്ക് വസിയത്തിന് വേണ്ടി ഗോൾഡ് നൽകുമ്പോഴും അല്ലെങ്കിൽ 5000 10,000 ആളുകളിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കളക്ട് ചെയ്യുമ്പോൾ ഒരു ദുആക്ക് വേണ്ടിയിട്ട് ചോദിക്കും. ഒരുവിധമൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. എന്നാലും ലാസ്റ്റ് സമയത്തിൽ 1-2 വിദേശ യാത്രകളിലൊക്കെ പെട്ടുമ്പോൾ നെറ്റിൻ്റെ യൂസിങ്ങും പ്രയാസങ്ങളും ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഏതായിരുന്നാലും ബംബ്രാൻ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു നല്ല ഷുഹൈബ് തങ്ങളുടെയും ഒക്കെ ഇസ്ലാം ഉസ്താദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നല്ല ഒരു ടീം അഹോരാത്രം പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് അഭിമാനാർഹമായ രീതിയിൽ സമസ്തയുടെ ഈ ഒരു തഹിയ പദ്ധതി ഇന്ന് വിജയിച്ച് നിൽക്കുന്നത്. സമസ്ത എന്ന് പറയുന്ന ആ ഒരു 100-ാം വാർഷികം, ഒരു പക്ഷേ ഇനി നമ്മളാരും ഒരു 200-ാം വാർഷികത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത
വിരളമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 100-ാം വാർഷികത്തിൽ പങ്കെടുക്കുക എന്നത് ഒരു മനുഷ്യ ആയുസ്സിൽ ലഭിക്കുന്ന ഒരു സൗഭാഗ്യം കൂടിയാണ്. ആ സൗഭാഗ്യത്തിൽ അതിൻ്റേതായിട്ടുള്ള വലിയ പങ്ക് നിർവഹിക്കാൻ സാധിച്ച വലിയ മഹൽ വ്യക്തിത്വത്തിന് ഉടമകളാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഇവരെ ഉൾപ്പെടുത്തുക, ഇവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ നമ്മളെല്ലാവരും ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി ഈ ഒരു സന്തോഷവും ഈ ഒരു സംസാരവും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.